ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോപ്പറേറ്റീവ് വെഹിക്കിളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയൊരു PDF ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം 2020 മുതൽ 2024 വരെയുള്ള CSEBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും അക്കൗണ്ടൻസി മാത്രമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തു. അതായത് അതിൽ നിന്ന് അക്കൗണ്ടൻസി മാത്രം ഞങ്ങളെടുത്ത് സെപ്പറേറ്റ് ഒരു PDF ആക്കിയതാണ്. അപ്പോൾ ഇത് നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതായത് ഇപ്പം HDC JDC കോഴ്സ് ചെയ്താൽ എന്നാൽ അക്കൗണ്ടൻസിയെക്കുറിച്ച് വലിയ ബേസ് ഇല്ലാതെ എക്സാം പെട്ടെന്നായിരുന്നു അല്ലേ. നമ്മുടെ ഇപ്പം കേരള ബാങ്ക് JC ഒക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം, ഉടൻ തന്നെ അടുത്ത എക്സാം വന്നു. അതുപോലെ ഈ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത ജനുവരി ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പ് പോലും ഇല്ല ഈ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്. അപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത ഒരു മാസത്തിനുള്ളിൽ പരീക്ഷ വരിക, അത് കവർ ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. സോ CSEBയുടെ അക്കൗണ്ടൻസി എന്നും പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് CSEBയുടെ ഈ അക്കൗണ്ടൻസി റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയെ കണ്ടായിരുന്നു. 2020 ചോദ്യങ്ങൾ 2023 ആവർത്തിക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. അപ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ പോർഷൻസും കവർ ചെയ്ത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ പോർഷൻസിനും ഒരേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ബാങ്കിങ്ങും കോർപ്പറേഷനും നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് അക്കൗണ്ടൻസി അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടൻസി ഒന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചത് വായിച്ച് മനസ്സിലാക്കി വെച്ച് ആ ചോദ്യം കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാര്യം മുന്നിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എക്സ്പ്ലനേഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കുറവായിരുന്നു. അപ്പം കുറഞ്ഞ സമയത്ത് ഇപ്പോൾ നമുക്കിത് വായിച്ച് പഠിച്ച് തീർക്കാൻ തന്നെ ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച സമയം വേണം. അപ്പോഴത്തേക്ക് എക്സാമിന് എത്തും. ഇപ്പോൾ തന്നെ 20 ദിവസമൊക്കെ ഉള്ള ഇനി എക്സാമിന്. അപ്പം അതുകൊണ്ട് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അക്കൗണ്ടൻസി ആയിട്ട് കൂടുതൽ പരിചയപ്പെടാനായിട്ട് അക്കൗണ്ടൻസിയുടെ ഒരു PDF ക്രിയേറ്റ് ചെയ്തതാണ്. തൽക്കാലം ഇപ്പോൾ CSEBയുടെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്ത എക്സാം വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്ലനേഷനൊക്കെ ഉൾപ്പെടുത്തി കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ലാസ്റ്റ് നിങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ പഠിക്കുന്നവരാണ്. വേറെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ബാച്ചിലുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കൊക്കെ മേടിച്ചവർ കാണും. ബുക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഈ മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി പഠിക്കുന്നതിൻ്റെതായ പ്രയാസം മനസ്സിലാകുന്നുണ്ട്. അപ്പം അതെല്ലാം കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്തത്. അപ്പം 2020 24 എന്ന് പറഞ്ഞു 24 2 എക്സാമാണ് നടന്നത്. 23 3 എക്സാം, 22 2 എക്സാം, അതുപോലെ 21 3 എക്സാം, 20 2 എക്സാം, ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഇതിൽ 20 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തോ ഒരു 20 ക്വസ്റ്റ്യൻസ് മാത്രമേ അക്കൗണ്ടൻസിൻ്റെ ഭാഗത്തു നിന്നായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം കോസ്റ്റിംഗ് എല്ലാം കൂടെ ചേർത്ത് ഒരു 25 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ PDFിലും വരുന്നുണ്ട്. അതായത് എല്ലാ പോർഷൻസിലും നമ്മളങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കോപ്പറേറ്റീവ് വെഹിക്കിളിയുടെ നമ്മുടെ അക്കൗണ്ടൻസിയുടെ CBSE നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കോഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡെമോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ കോഡ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കോഡ് ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് പോയിക്കണം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ 25 ക്വസ്റ്റ്യൻസിന് ആൻസർ കീ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസസ് കാണാതെ പഠിക്കുക. ഇതായിരിക്കും കുറച്ചും കൂടി ഈസി ഈ സമയത്ത്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ കാണും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം 25 ക്വസ്റ്റ്യൻ വെച്ച് അക്കൗണ്ടൻസി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്കൊരു പറഞ്ഞ പോലെ കുറച്ച് സമയം എടുത്താൽ ഒരു 100 ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണെങ്കിൽ നോക്കിയപ്പോലും പെട്ടെന്ന് പ്രീവിയസ് ഇയർ പഠിച്ച് തീർക്കാം. തെറ്റിപ്പോയത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മതിയാവും. അപ്പം ഇതിലിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻസ് ആർ കോൾഡ് ഡാഷ് കോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് പ്രൊഡക്ഷനുമായി ബന്ധമില്ലാതെ വരുന്ന കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, പീരീഡ് കോസ്റ്റാണ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധം വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതാണ് പീരീഡ് കോസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിങ് ദ ഇയർ എൻഡ് ആൻഡ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആവറേജ് ഇൻവെൻട്രി എന്നാണ്. ആൻസർ എന്താണ്, ആവറേജ് ഇൻവെൻട്രി എന്നാണ് വരുന്നത്. ആൻസർ ആവറേജ് ഇൻവെൻട്രി എന്നാണ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒരു ഇക്വേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ദർ ഇസ് എ നോ ഫ്ലോ ഓഫ് ഫണ്ട്സ് വെൻ എന്നാണ് ചോദിച്ചത്. അതായത് ഫ്ലോ ഓഫ് ഫണ്ട്സ് ഇല്ലാതെ, ഫ്ലോ ഓഫ് ഫണ്ട്സ് വരാത്ത കണ്ടീഷൻ ഏതാണ്, താഴെ 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്.
ഫിക്സഡ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫിക്സഡ് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കറണ്ട് അസറ്റ്സ്, ഫിക്സഡ് ലയബിലിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ഫണ്ട് വരാത്ത കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റുകൾ അങ്ങനെ നമ്മൾ ഫിക്സഡ് ലയബിലിറ്റിയോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാകത്തില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ സ്റ്റോക്ക്, നമ്മൾ ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, അതൊരു പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ നമ്മൾ പറയും അല്ലേ. എന്താണ് അതിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ടു മെഷർ ദ നമ്പർ ഓഫ് ടൈംസ് എ ബിസിനസ് ഈസ് ഏബിൾ ടു സെൽ ആൻഡ് റീപ്ലേസ് ഇറ്റ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഒരു സ്റ്റോക്ക് ബിസിനസ്സിനകത്തൊരു ഗിവൺ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മളവിടെ ആ സ്റ്റോക്ക് സെയിൽ ചെയ്തിട്ട് അവിടെ നമ്മൾ വേറെ ഒരു സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് റീപ്ലേസ് ചെയ്യുന്ന ഒരു കാലയളവിന്, ആ ഗിവൺ ടൈം പീരീഡിനെയാണ് നമ്മൾ അവിടെ എടുക്കുന്ന ആ റേഷ്യോ, മെഷർ ചെയ്യുന്ന ആ റേഷ്യോ ആണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് അടുത്ത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വെൻ ക്യാഷ് സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈൻ ഇൻ ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ കൺസൈനീസ് ബുക്ക്. അതല്ലേ, അതൊരു ക്യാഷ് സെയിൽസ് കൺസൈൻ ഒരു ക്യാഷ് സെയിൽസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ആ കൺസൈനേഴ്സ് ബുക്കിൽ ക്രെഡിറ്റർ ആരായിരിക്കുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്ന ആരെയായിരിക്കുന്നത് ചോദിച്ചാൽ അത് കൺസൈനറാണ് ഉത്തരം. ഓക്കെ, വെൻ ക്യാഷ് സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ഒരു ക്യാഷ് സെയിൽസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ കൺസൈനീസ് ബുക്ക്, കൺസൈനീസ് ബുക്കിൽ ക്രെഡിറ്റിൽ ആരായിരിക്കും വരുന്നത് വെച്ചാൽ കൺസൈനറാണ്. ഓക്കെ, അടുത്ത ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ് റിസൾട്ട് ഇൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇൻക്രീസ് ഇൻ ക്യാഷ്, ഇൻക്രീസ് ഇൻ സ്റ്റോക്ക്, ഡീക്രീസ് ഇൻ ക്യാഷ്, നൺ ഓഫ് ദ എബോവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിലാവട്ടെ എന്തെങ്കിലും ക്യാഷ് എന്ത് ചെയ്യും, ഡിക്രീസ് ആവാറാണ് ചെയ്യുന്നത്. കാരണം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ മണി ബോർ ചെയ്തുകൊണ്ട് പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു സർട്ടൈൻ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവർ ആ പൈസ തിരിച്ച് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ആ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, അവിടെ ക്യാഷ് ഫ്ലോ നടക്കുന്നില്ല. അവിടെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഡെപ്റ്റേഴ്സിന് ഇൻക്രീസ് കൂടുകയും ചെയ്യുന്നു, ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നില്ല. ആ ഒരു എക്സ്പെക്റ്റഡ് ടൈമിനുള്ളിൽ അവർ നമുക്ക് പൈസ തിരിച്ച് തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഡെപ്റ്റേഴ്സ് ആർ പീപ്പിൾ ഹു ബോറോ മണി ആൻഡ് ആർ എക്സ്പെക്റ്റഡ് ടു പേ ഇറ്റ് ബാക്ക് വിത്തിൻ എ സർട്ടൻ ടൈം ഫ്രെയിം അല്ലേ. പക്ഷെ അവർ തരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനെയാണ് നമ്മളെന്ന് പറയുന്നത്. ആ സമയത്ത് ഡെപ്റ്റേഴ്സിന് ഇൻക്രീസ് ആവുകയും എന്താണ് അവിടെ ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ക്യാഷാണ്. പിന്നെ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ടു ഡാഷ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബ്രിക്ക് വർക്ക്സ് ആണ്. ഓക്കെ, ബ്രിക്ക് വർക്ക്സ് ആ ഒരു ഇൻഡസ്ട്രിയിലാണ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ്, ഔട്ട്പുട്ട് നോക്കിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കുറച്ച് ടഫാന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ നമുക്ക് വായിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബൈഹാർട്ട് ചെയ്താലോ ഏതെങ്കിലും വിധേന നമ്മൾ ഈ ലക്ഷ്യം എക്സാം ക്രാക്ക് ചെയ്യുക, അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ ഡീറ്റെയിൽ ഇത് പഠിക്കാനുള്ള സമയക്കുറവ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാക്കാനായിട്ടാണ് ഞങ്ങളൊരു PDF ചെയ്യുന്നത്. അപ്പം ഈ ഒരു PDF നിങ്ങൾക്ക് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പറേറ്റീവ് വേ കേരള എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പം ടെലഗ്രാം ചാനൽ നിങ്ങൾ ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കയറാം. കോപ്പറേറ്റീവ് വേ കേരള എന്ന് പറഞ്ഞ് സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്ത് കയറുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് വേ കേരളയുടെ ടെലഗ്രാം ലിങ്ക് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലിങ്കിൽ കയറുക. ടെലഗ്രാമും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഈ 2 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കയറി മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ അഡ്മിൻസിന് മെസ്സേജ് അയയ്ക്കുക, PDF വേണമെന്ന് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ PDF എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വളരെ തുച്ഛമായ പൈസയ്ക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഈ PDF പ്രൊവൈഡ് ചെയ്യുന്നത് 100 രൂപയ്ക്കാണ്. അപ്പോൾ 100 രൂപയ്ക്ക് PDF വാങ്ങുമ്പോൾ ഞങ്ങളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ലിങ്കിനകത്താണ് ഈ PDF നമ്മൾ കൊടുക്കുന്നത്. ഇതിന് പുറമെ ഞങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഗ്രൂപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDFകൾ ആദ്യം ഈ ലിങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്കായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ്സ്. അവർ PDF വാങ്ങുന്നവരായതുകൊണ്ട് അവർക്ക് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, PDF ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ GKയുടെ സെക്ഷൻസോ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതനുസരിച്ച്
ഞങ്ങളെന്ത് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ ഈ PDF-ൻ്റെ പേയ്മെൻറ്റിന് ഉൾപ്പെടുന്നത്. PDF-ന് 100 രൂപയാണ്. അതിന് പുറമെ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്താലും അത് ഞങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പോൾ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇനേബിൾ ചെയ്തിടുക. ടെലഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ഇടുക. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞങ്ങൾ ടെലഗ്രാം ചാനലിൽ എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യുക. ഓക്കെ, കാരണം വെച്ചാൽ ബുധനാഴ്ച ദിവസമുള്ള ടോപ്പിക് എക്സാമുകളിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യും. ശനിയാഴ്ച ദിവസങ്ങളിൽ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ കുറഞ്ഞ ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പെട്ടെന്ന് തന്നെ ആൻസർ മനസ്സിലാവും. ഇത് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കോപ്പറേറ്റീവ് വേ കേരള എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ചാനലാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ചാനലിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഞങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത എക്സാംസിനൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ഈ ഇടയ്ക്ക് ഒരു ആൾ മെസ്സേജ് അയച്ച പോലെ അയാളുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അയാൾക്ക് CSEBിൽ ജോലി ലഭിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു മെസ്സേജ് കണ്ടപ്പം. അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവരാണ്, പക്ഷേ അവരുടെ ഇടവേള സമയങ്ങളിൽ അവർ നമ്മുടെ ചാനലിൽ വന്ന് 9 മണിക്ക് എല്ലാ ഈ ബുധനും ശനിയാഴ്ചയും ദിവസം 9 മണിക്ക് നടത്തുന്ന എക്സാംസ് ആൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ അത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ കേരള ബാങ്കിൻ്റെ എക്സാം കഴിഞ്ഞ് ഒരുപാട് പേര് വല്ലാതെ ഡൗൺ ആയിട്ടുണ്ട്. ഇനി സമയമുണ്ട്, 20 ദിവസം അല്ലെങ്കിൽ 24-25 ദിവസത്തിനുള്ളിൽ. ഇപ്പോൾ ഇന്ന് ഡേറ്റ് ഈ പറഞ്ഞ പോലെ അടുത്ത ഫെബ്രുവരി 15 എന്ന് പറയുമ്പം കുറഞ്ഞ സമയമില്ല. നമുക്ക് ഇനി എത്ര ദിവസമുണ്ട് അത്രയും ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കും. സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.